കേന്ദ്ര സർക്കാർ കേരളത്തോടും മറ്റ് ദക്ഷിണേഷ്യൻ സംസ്ഥാനങ്ങളോടും സ്വീകരിച്ചിരിക്കുന്ന സമീപനങ്ങളെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയാണ്. കേന്ദ്ര സർക്കാർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നതായും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിക്കാനുള്ള ശ്രമങ്ങളോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നതായും മുഖ്യമന്ത്രി രൂക്ഷമായി തന്നെ വിമർശിച്ചു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം, വയനാടിനെ പിടിച്ചുകുലുക്കിയ മണ്ണിടിച്ചിൽ എന്നിവയുൾപ്പെടെ സമീപകാലത്ത് സംസ്ഥാനത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. നിർഭാഗ്യവശാൽ സംസ്ഥാനത്തെ പിന്തുണയ്ക്കാനും അതിജീവിക്കാൻ സഹായിക്കാനും ഉത്തരവാദിത്തമുള്ള കേന്ദ്രം ഒരു ഘട്ടത്തിലും ഒരു സഹായവും നൽകിയിട്ടില്ല എന്നും LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ആരോപിച്ചു. കേന്ദ്രം ഈ വിഷയത്തിൽ പൂർണ്ണമായും നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ അവരുടെ അധികാരം ഉപയോഗിച്ച് നൽകുന്ന സഹായം തടയാൻ പോലും അവർ ശ്രമിച്ചു, അദ്ദേഹം ആരോപിച്ചു. കേരളം തകരട്ടെ, കൂടുതൽ തകരട്ടെ, ആ വിനാശകരമായ മാനസികാവസ്ഥയാണ് കേന്ദ്ര സർക്കാരിനെ നയിച്ചിരിക്കുന്നത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനം വൻ വെള്ളപ്പൊക്കം അനുഭവിച്ചപ്പോൾ പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതങ്ങളെ എങ്ങനെ അതിജീവിക്കുമെന്ന് ലോകം മുഴുവൻ ചിന്തിച്ചിരുന്നുവെന്ന് ഇടതുപക്ഷ നേതാവ് പറഞ്ഞു. എന്നിരുന്നാലും സംസ്ഥാനം അതിനെ അതിജീവിച്ച രീതി രാജ്യത്തിനും ലോകത്തിനും ഒരുപോലെ രസിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നമുക്കിങ്ങനെ എങ്ങനെ അതിജീവിക്കാൻ സാധിച്ചു? അതിന് ഒരു കാരണമേ ഉള്ളൂ, നമ്മുടെ സംസ്ഥാനത്തിന്റെയും നമ്മുടെ ജനങ്ങളുടെയും ഐക്യവും. എല്ലാ ബുദ്ധിമുട്ടുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള ശക്തിയായി അത് മാറിയിരുന്നു, അദ്ദേഹം പറഞ്ഞു. കേന്ദ്രം കേരളത്തിന്റെ നാശം ആഗ്രഹിക്കുകയും അതിനായി നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കേരളം തകർന്നിട്ടില്ല എന്ന് വിജയൻ കൂട്ടിച്ചേർത്തു. വിവിധ മേഖലകളിലെ നേട്ടങ്ങളെ അംഗീകരിച്ചും ആ മേഖലകളിൽ രാജ്യത്ത് 1ാം സ്ഥാനത്താണ് തങ്ങളെന്ന് അംഗീകരിച്ചുകൊണ്ടും സംസ്ഥാനത്തിന് നിരവധി അവാർഡുകൾ നൽകേണ്ടി വന്നു. തുടർച്ചയായ നിയമങ്ങൾക്ക് കീഴിലുള്ള തന്റെ സർക്കാരിന്റെ വിവിധ നേട്ടങ്ങളും ആ കാലയളവിൽ നടപ്പിലാക്കിയ വികസന സംരംഭങ്ങളും വിജയൻ തന്റെ പ്രസംഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ 2021-ലും തുടരാൻ ജനങ്ങൾ അനുമതി ലഭിച്ചിരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. സർക്കാരിന്റെ അഭിലാഷമായ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 4.5 ലക്ഷത്തിലധികം വീടുകൾ അർഹരായ ഗുണഭോക്താക്കൾക്ക് കൈമാറിയതായും 4 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക തീർക്കുകയും തുക വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ദേശീയപാത വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രകൃതി സൗന്ദര്യത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഒരുപോലെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം ഇപ്പോൾ മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലായിടത്തും മാറ്റത്തിന്റെയും പുരോഗതിയുടെയും ഒരു ചിത്രം മാത്രമേ ഉള്ളൂ, മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടന വേളയിൽ വിജയനെ കൂടാതെ വിവിധ ക്യാബിനറ്റ് മന്ത്രിമാരും പങ്കെടുത്തു. ഏപ്രിൽ 21 മുതൽ മെയ് 23 വരെ ജില്ലാ സംസ്ഥാന തല പരിപാടികളോടെ 4ാം വാർഷികം ആഘോഷിക്കുമെന്നും സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നിരുന്നാലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന സമയത്ത് ആർഭാടം നിറഞ്ഞ പരിപാടികൾ നടത്തിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ UDF പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തു.